ورحمة الله تعالى وبركاته. الحمد لله حمدا حمدا، والشكر لله شكرا شكرا. نحمدك اللهم يا إلهنا ويا مولانا على ما أنعمت علينا بالإسلام، وهديتنا وجعلتنا من أمة سيدنا محمد صلى الله عليه وسلم. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا، وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا ومرشدنا ومولانا وأستاذنا ومعلمنا وخليلنا وشفيعنا محمد صلى الله عليه وسلم. صلى الله وسلم عليك يا سيدنا يا رسول الله، صلى الله وسلم عليك يا قرة أعيننا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي، وعبدت ربك حتى أتاك اليقين، وسلم تسليما كثيرا كثيرا. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلفح وجوههم النار وهم فيها كالحون. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال اخسئوا فيها ولا تكلمون. إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين. فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون. إني جزيتهم اليوم بما صبروا إنهم هم الفائزون. قال الله عز وجل يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم. ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. يا رب بالمستقبل يا نفسي لا تقنتي من زلة عظمت. إن الكبائر في الغفران كالأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكس لديك، واجعل حسابي غير منحرم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വരമൂമത്ത് സയ്യിദന മുഹമ്മദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുത്താലിമുകളെ, വളരെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ വിശുദ്ധമായ സമയം, അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട വിജ്ഞാനത്തിന്റെ സദസ്സിൽ
സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തിങ്ങിക്കൂടിയിരിക്കുകയാണ് നാം. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സദസ്സ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന്റെ കാരണമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരലോക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ, സ്വാലിഹായ അമലുകൾ രക്ഷക്കെത്തുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ഇന്നത്തെ സമയവും ഇന്നത്തെ മജ്ലിസും ഓരോ നിമിഷങ്ങളും നമുക്ക് ശുപാർശകരായി അല്ലാഹുവിന്റെ മുമ്പിൽ സന്തോഷിപ്പിക്കുമാറാകട്ടെ. ജന്നത്തുൽ നഈമിന്റെ അനന്തരവന്മാരിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും സ്നേഹജനങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. തീക്ഷ്ണമായ നരകാഗ്നിയിൽ നിന്ന് നമ്മെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, പരലോക ജീവിതം എന്ന പരമ്പരയിൽ 8 ദിവസം സംസാരിച്ചു. 9ാം ദിവസമാണ് ഇന്ന്. അന്നാറു വഅദാബുഹ, നരകവും നരകശിക്ഷയും എന്നാണ് നേരത്തെ പറഞ്ഞതു പ്രകാരം ഇന്ന് സംസാരിക്കാൻ എത്തിച്ചേർന്ന വിഷയം. ഇൻഷാ അല്ലാഹ് സമാപനമായ നാളെ അൽ ജന്നത്തു വനഈമുഹ, സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച്, സ്വർഗാവസ്ഥയെക്കുറിച്ച്, സ്വർഗ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേവലം ഒരു പ്രസംഗ സദസ്സിൽ നിന്നുണ്ടാകുന്ന ആസ്വാദനം ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല. ഇന്ന് ആസ്വദിക്കാനുള്ള സദസ്സല്ല, ബേജാറാകാനുള്ള സദസ്സാണ്, ഭയപ്പെടാനുള്ള സദസ്സാണ്, ഭയപ്പെട്ട് പൊട്ടിക്കരയാനുള്ള സദസ്സാണ്. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ തളഹകൂന വലാ തബ്കൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഈ വർത്തമാനം കേട്ടിട്ടാണോ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നത്? നിങ്ങൾ വിസ്മയം പൂണ്ടിരിക്കുകയാണോ? അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ വർത്തമാനം കേട്ടിട്ട് കുലുക്കമില്ലാതെ ഇരുന്നാൽ മതിയോ? തളഹകൂൻ, ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് ചിരി വരുന്നോ? വലാ തബ്കൂൻ, എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നില്ല? പരിശുദ്ധ ഖുർആൻ ചോദിച്ച ആ വിഷയമാണ്. ചിരിക്കാൻ കഴിയില്ല, ഈമാനിന്റെ ലേശം ഖൽബിലുള്ളവർക്ക് ചിരിക്കാൻ കഴിയില്ല. ഈ വിശുദ്ധ വചനം മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സഹാബത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോഴേക്ക് സഹാബത്ത് കരയാൻ തുടങ്ങി. കരച്ചിലോട് കരച്ചിൽ. ഹദീസിൽ കാണാം, നിയന്ത്രിക്കാൻ കഴിയാത്ത കരച്ചിലിന്റെ മുമ്പിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നരകത്തിന്റെ പരാമർശം കേട്ട് കരഞ്ഞ സഹാബത്തോട് പറഞ്ഞു അവസാനം, ആ പുകഴ്ച ഈ സദസ്സിൽ എനിക്കും നിങ്ങൾക്കും ബാധിക്കണം. നരകത്തെ ഓർത്ത് കേട്ട് പേടിച്ച് കരഞ്ഞവരെ, ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവെ പേടിച്ചിട്ട് നരകാഗ്നിയുടെ ഭയാനകതയെ കുറിച്ച് ബേജാറായിട്ട് ഒരിക്കലെങ്കിലും കരഞ്ഞ മുഅ്മിനെ അവരെ നരകത്തിലേക്ക് അല്ലാഹു കടത്തുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കരഞ്ഞവരാണ്, കരയാനുള്ള ബോധം വേണം. ഫഇല്ലം തബ്കൂ ഫതബാക്കൂ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരുടെ മാനസികാവസ്ഥ സ്വീകരിക്കുവീൻ, കരയുന്നവരെ പോലെ ചിന്തിക്കുവീൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്നത്തെ ഓരോ സംസാരവും ഭീതിപ്പെടുത്തുന്ന മേഖലയാണ്. സ്വാഭാവികമായും ആശ്വസിക്കാനുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ ബേജാറിന്റെ ആ ഘട്ടങ്ങളിൽ നമുക്ക് സമാധാനത്തിന് പറ്റുന്ന ദുആ ഈ സദസ്സിൽ നിന്ന് ഉയർന്നാൽ അല്ലാഹു കരുണാവാരിധിയാണ്. അല്ലാഹുവിന്റെ ലക്ഷോപലക്ഷം മലക്കുകൾ നിരീക്ഷിക്കുന്ന വേദിയാണിതെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സംഭവത്തെക്കുറിച്ച് അല്ലാഹുവിങ്കൽ ചർച്ച നടക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മലക്കുകൾ അവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് നാം ഉറച്ചു കരുതുന്നു. ആ റിപ്പോർട്ടിൽ അല്ലാഹു ചോദിക്കും, ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ ദീനീ വിജ്ഞാനത്തിന്റെ സദസ്സിൽ എന്റെ അടിമകൾ എന്താണ് മലക്കുകളെ ചോദിക്കുന്നത്? മലക്കുകൾ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യും. അവർ സ്വർഗമാണ് ചോദിക്കുന്നത്. എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? നിന്റെ നരകത്തെ തൊട്ടാണ് അല്ലാഹുവേ അവർ കാവലിനെ ചോദിക്കുന്നത്. അല്ലാഹു ചോദിക്കും, സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് അഭയം തേടാൻ അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകളെ, അവർ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല പടച്ചവനെ, കണ്ടിട്ടില്ല, പക്ഷേ കേട്ടതാണ്. സത്യവാന്മാരായ പ്രവാചകന്മാരിലൂടെ കേട്ടത്, പരിശുദ്ധ ഖുർആനിലൂടെ കേട്ടത്, പ്രമാണങ്ങളിലൂടെ കേട്ടത്. കേട്ടതോടുകൂടി തന്നെ അവർ പേടിച്ചിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു പറയുക, സയ്യിദുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഉസ്ഹിദുക്കും മലായികതി, ഇൽമിന്റെ മജ്ലിസിൽ, ദിക്റിന്റെ മജ്ലിസിൽ, ഞാൻ പൊരുത്തപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് എന്നോട് സ്വർഗം ചോദിക്കുന്ന എന്റെ അടിമകൾക്ക്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന എന്റെ അടിമകൾക്ക്, ഉസ്ഹിദുക്കും മലായികതി, എന്റെ മലക്കുകളെ നിങ്ങൾ സാക്ഷി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവർ ചോദിച്ചത് ഞാൻ അവർക്ക് കൊടുക്കുന്നു. നരകത്തിൽ നിന്ന് അവർക്ക് ഞാൻ അഭയം കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കേൾക്കുന്ന വിഷയം. അതോടൊപ്പം അല്ലാഹുവോട് റഹ്മത്തിന്റെ പരാമർശം വരുമ്പോൾ ചോദിക്കുക,
അദാബിന്റെ പരാമർശം വരുമ്പോൾ കാവൽ ചോദിക്കുക. ഉപകാരപ്പെട്ട സദസ്സ് ഇന്നേക്കും നാളേക്കും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം പറഞ്ഞു വെച്ചത് 8 ദിവസത്തെ പ്രസംഗം കേൾക്കാൻ കഴിയാതെ ഇന്നത്തെ പ്രസംഗത്തിന്റെ മാത്രം ശ്രോതാക്കളായ എന്റെ സംബോധിതർ എന്നോട് ക്ഷമിക്കണം. നിങ്ങളിലേക്ക് വിഷയത്തെ എത്തിച്ചു തരാൻ എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. മരണം മുതൽ ഖിയാമത്തിന്റെ തുടക്കം നടന്നു. വ്യക്തികളുടെ ഖിയാമത്ത് വ്യക്തികളുടെ മരണമാണ്. ലോകാവസാനം, അതോടുകൂടി മഹ്ശർ, പുനർജീവിതം. അല്ലാഹു മഹ്ശറിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നു. ഈ ലോകത്തെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അവിടെ ആഖ്യാനം ചെയ്യപ്പെടുന്നു, വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. ഹിസാബിന്റെ സന്ദർഭത്തിൽ സാക്ഷികൾ കൊണ്ടുവരപ്പെടുന്നു, റെക്കോർഡുകൾ സമർപ്പിക്കപ്പെടുന്നു. ഇനിയും സമ്മതിക്കാത്തവരോട്, മനുഷ്യരോട് അവരവരുടെ അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ട് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുന്നു. ഇനിയും ബോധ്യപ്പെടാത്ത ആളുകൾക്ക് നന്മയും തിന്മയും തൂക്കി കണക്കാക്കി അവരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല സംവിധാനം ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാം നടക്കുന്നു. മഹ്ശറിലെ ബേജാറിൽ സത്യവിശ്വാസികളെ ആനന്ദിപ്പിക്കുവാൻ അവരുടെ നേതാവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി അവിടുത്തെ അത്യുന്നതമായ പരിശുദ്ധ തീർത്ഥം ഹൗദുൽ കൗസർ എന്ന ശുദ്ധ പാനീയം സത്യവിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നു. ആ മഹത്തായ ആസ്വാദനം നാം ഇന്നലെ കേൾക്കുകയുണ്ടായി. അവിടുത്തെ ശഫാഅത്തിന്റെ അമൂല്യമായ സഹായം സത്യവിശ്വാസികൾ രക്ഷപ്പെടുന്ന ഘട്ടങ്ങൾ, ഈമാനുള്ള ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് തന്നെ പാപം ചെയ്തു പോയവർക്ക് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് നൽകുന്ന ശുപാർശ, അതെല്ലാം നാം ഇവിടെ ചർച്ചക്കെടുത്ത വിഷയങ്ങളാണ്. ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹിസാബ് കഴിഞ്ഞു. ഹിസാബിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. സമ്മതിക്കാത്തവരോട് സമ്മതിപ്പിക്കാൻ അവയവങ്ങളെ കൊണ്ടുള്ള സാക്ഷി പറയൽ കഴിഞ്ഞു. റെക്കോർഡ് സമർപ്പിക്കപ്പെട്ടു. നീന്താൻ നന്മ തിന്മകളെ വിലയിരുത്തപ്പെടുന്ന അവസ്ഥയും കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും മഹ്ശറിൽ അനന്തമായ കാത്തിരിപ്പ് തുടരുകയാണ്. വിചാരണ കഴിഞ്ഞിട്ടും രക്ഷയില്ല. ഇനി എങ്ങോട്ട്? എന്തെങ്കിലും ഒരു തീർപ്പ് കിട്ടിയാൽ മതിയായിരുന്നേനെ. മനുഷ്യരാഗമാനം നരകിക്കുന്ന സന്ദർഭം ഇനിയും തീരുമാനമായിട്ടില്ല. ഒരു വിഭാഗത്തിന് തീരുമാനം കൊടുത്തു കഴിഞ്ഞു. മീസാനിൽ സത്യാസത്യത്തെ തൂക്കി നന്മയും തിന്മയും അളന്ന് തിട്ടപ്പെടുത്തി അതിൽ നിന്ന് നന്മയില്ലാത്ത ആളുകളെ, ധിക്കാരികളെ, കാഫിറുകളെ, മറ്റ് ആരാധനകൾ നടത്തിയവരെ, തൗഹീദിന്റെ വിരുദ്ധരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മലക്കുകൾക്ക് ചാർജ് കൊടുത്തിരിക്കുക. അവരെ ആ ഭാഗത്തേക്ക് മാറ്റി. ഓരോ വിഭാഗങ്ങളും അവരവർ ഇബാദത്തെടുത്ത അവരവരുടെ ആരാധ്യരുടെ കൂടെ പോയിക്കൊള്ളണം എന്ന അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. ഇന്നലെ നാം നിർത്തിയത് അവിടെ വെച്ചാണ്. ഓരോ വിഭാഗങ്ങളും അവരവരാർക്കാണോ ഇബാദത്തെടുത്തത് അവരുടെ ആരാധ്യർ, ലാത്തയും ഉസ്സയും മനാത്തയും ഭഗവാനും ശാസ്താവും അയ്യപ്പനും എല്ലാം അല്ലാഹു അല്ലാതെ ഭൂമിയിൽ ആരാധിക്കപ്പെട്ട സർവ്വചരാചരങ്ങളും സർവമാന വ്യാജ വസ്തുക്കളും ശക്തികളും അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ അണിനിരത്തപ്പെടുകയാണ്. ഓരോരുത്തരും ഇലാഹുകളായി കൊണ്ടു നടന്നതിന്റെ കൂടെ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന ലഭിച്ചു. അങ്ങനെ കുരിശിനെ ഇബാദത്ത് ചെയ്തവർ കുരിശിന്റെ കൂടെ പോകേണ്ടി വരുന്നു. സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ കൂടെ പോകുന്നു. പിശാചിനെ കൊണ്ട് നടന്നവർ പിശാചിന്റെ കൂടെ പോകുന്നു. വിഗ്രഹങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠകളെയും കൊണ്ടുവച്ചവർ അതിന്റെ പുറകെ പോകുന്നു. അവരെല്ലാവരും കൂടി നരകത്തിലേക്ക് വലിച്ചേർക്കപ്പെടുന്നു. നഊദു ബില്ലാഹ്. ഇനി ബാക്കിയുള്ളത് മഹ്ശറിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നംഗീകരിച്ച സത്യവിശ്വാസികളാണ്. അവരിൽ കുറച്ച് മോശക്കാരുണ്ട്, തിന്മകൾ ചെയ്തവരുണ്ട്, തിന്മകൾ കൂടുതൽ ചെയ്തവരുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അവരടിസ്ഥാനമായി അംഗീകരിച്ചവരാണ്. അവരെയും ചികിത്സിക്കണം. അവരാരുടെ കൂടെ പോകും? നിർണായകമായ ഘട്ടം, മഹ്ശറിലെ ഏറ്റവും ഭയാനകമായ സമയം. അപ്പോഴാണ് യൻസിലുർ റബ്ബു സുബ്ഹാനഹു വ തആല, ലോകത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇലാഹാണെന്ന് സമ്മതിച്ച ഏകദൈവ വിശ്വാസികളുടെ അടുക്കലേക്ക്, അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച മുഅ്മിനുകളുടെ അടുത്തേക്ക് വരുന്നു. അല്ലാഹു അവരുമായി സംബോധിക്കുന്നു. അവർ അല്ലാഹുവിനെ തിരിച്ചറിയുന്നു. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദി വഹും ദാഖിറൂൻ. ഖുർആൻ പറഞ്ഞ ഭാഗം ഇന്നലെ നാം പറഞ്ഞു. അല്ലാഹുവിന്റെ ആ ഗാംഭീര്യത തുടിക്കുന്ന ആ സന്ദർഭം, അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സുജൂദിൽ കിടന്നു പോകുന്നു. ഈമാനുള്ളവർ, ഇവിടെ വെച്ച് സുജൂദ് ചെയ്തവർ, നിസ്കരിച്ചവർ, നോമ്പ് നോറ്റവർ മര്യാദക്ക് സുജൂദ് ചെയ്യുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ. ഇവിടെ വെച്ച് സുജൂദ് ചെയ്യാൻ മടിച്ച, നിസ്കാരം ഉപേക്ഷിച്ച തെമ്മാടികൾ, മുനാഫിക്കുകൾ, നിസ്കാരത്തോട് മടി കാണിച്ച ആളുകൾ അല്ലാഹുവിന്റെ പ്രഭാവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരുങ്ങുന്നു.
പക്ഷേ സാധിക്കുന്നില്ല, അവരുടെ ഊര വളയുന്നില്ല. നഊദുബില്ല. അങ്ങനെ ഒരു സന്ദർഭത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ഏതായാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചവരെ മുഴുവൻ അള്ളാഹു പറയുന്നു, എല്ലാവരും അവരവരുടെ ഇലാഹുകളുടെ കൂടെ പോയിരിക്കുന്നു. ദുനിയാവിൽ തലയിലേക്ക് കൊണ്ടുനടന്ന അവരുടെ ആരാധ്യ വസ്തുക്കളുടെ കൂടെ പോയിരിക്കുന്നു. അവരെല്ലാം നരകത്തിലേക്ക് ചെന്ന് ചാടിയിരിക്കുന്നു. നിങ്ങൾ ഏകനായ ഇലാഹായ എന്നെ അംഗീകരിച്ചവരാണ്, സമ്മതിച്ചവരാണ്. അതുകൊണ്ട് ഇതാ എന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ നീങ്ങുക, എന്റെ മലായിക്കത്തെ നിങ്ങളെ വഴി നടത്തും, അവർ പറയുന്ന വഴിക്ക് നിങ്ങൾ പോകണമെന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മുഹമ്മദീയ ഉമ്മത്തും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അവിടുത്തെ മുൻഗാമികളായ അമ്പിയാക്കളെ അംഗീകരിച്ച തൗഹീദിന്റെ ആളുകളും എല്ലാവരും മലക്കുകൾ വഴി കാണിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവർ ഏകദേശം രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ്. എന്നാലും അവരുടെ കൂട്ടത്തിൽ തെമ്മാടികളുണ്ട്, കുറെ മുനാഫിക്കുകളുമുണ്ട്, കുറെ നിസ്കാരം ഉപേക്ഷിച്ചവരുണ്ട്, കുറെ ബിദ്അത്തിന്റെ അഹ്ലുകാരുണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിൽ തുറക്കടുമോ? ഇല്ല. അവിടെ ഇനിയും പ്രതിസന്ധികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, മീസാനിന്റെ പ്രതിസന്ധിയും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാനുള്ളവർക്കും സ്വർഗത്തിൽ കടക്കാൻ ഇനിയും പ്രതിസന്ധിയുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും കടക്കാൻ കഴിയില്ല. ലാ തഅ്മൻ മക്റല്ലാഹി ഹത്താ തദ്ഖുല ഖദമാക ഫിൽ ജന്ന. സത്യവിശ്വാസികളെ, നിങ്ങളുടെ രണ്ട് കാലുകളും വ്യക്തമായും സ്വർഗത്തിൽ കടന്നിരിക്കുന്നെന്ന് ഉറപ്പാകുന്നത് വരെ നിങ്ങളാരും സുരക്ഷിതരല്ല കേട്ടോ. നിങ്ങളാരും നിർഭയരാകരുത്. എപ്പോഴും എന്തും സംഭവിക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പോയി എവിടെ എത്തുന്നു? നരകത്തിന്റെ മുകൾ ഭാഗത്ത് കൂടി സ്ഥാപിക്കപ്പെട്ട സിറാത്ത് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി. സിറാത്ത് പാലം എന്ന് നാം പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് ഏറ്റവും ബേജാറുണ്ടാക്കുന്ന തീഷ്ണമായ ഒരു പാലം, അത് കടന്നു വേണം അക്കരെ എത്താൻ. സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നു, ثم يؤتى بالجسر فيوضع بين ظهراني جهنم. ജഹന്നമിന്റെ ഉപരിമേഖലയിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സിറാത്ത്, അത് കടന്നു വേണം അക്കരെ എത്താൻ. എന്തൊരു സംവിധാനം, എന്തൊരു ബുദ്ധിപരമായ സമീപനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരൊക്കെ അവിടെ കാത്തിരിക്കട്ടെ, അവരെ കൊണ്ടുപോകാം. അവർ ചെയ്ത തെറ്റെന്താണ്? അവരുടെ ജീവിതക്രമം പാളിപ്പോയി, ഹറാമിയത്തുകൾ വന്നുപോയി, ഫർളുകൾ ഉപേക്ഷിച്ചു പോയി. അവരെ മറ്റുള്ളവരുടെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. അവരെ തൽക്കാലം ഒന്ന് പഠിപ്പിക്കണം, എന്നിട്ട് നരകത്തിലേക്ക് താഴ്ത്തിയിടണം. അതിനാണ് സിറാത്ത് അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നത്. മുനാഫിക്കുകൾ പിടഞ്ഞു വീഴുന്ന രംഗം, മുബ്തദിഉകൾ പിടഞ്ഞു വീഴുന്ന രംഗം, തെറ്റു ചെയ്ത ആളുകൾ പിടഞ്ഞു വീഴുന്ന രംഗം. സിറാത്ത് ഭീതിതമാണ്, ഭയാനകമാണ്. ആ സിറാത്തിന്റെ സന്ദർഭത്തിൽ ആർക്കും ആരെയും ഓർമ്മയുണ്ടാവുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് പുതുതായി വരുന്നവരെ വിഷയത്തിലേക്ക് അടുപ്പിക്കാൻ പ്രയാസമുണ്ടാകും സ്വാഭാവികമായും. കാരണം ഇതുവരെ പറഞ്ഞ ബുദ്ധിപരമായ പ്രാമാണികമായ അവതരണങ്ങളും പരലോകത്തിന്റെ ശാസ്ത്രീയ മാനങ്ങളും സ്വാഭാവികമായും അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും മുഅ്മിനുകളാണല്ലോ, അടിസ്ഥാനപരമായി ഈമാനുള്ള മുസ്ലിമീങ്ങളാണല്ലോ, അവർക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. ചില പരാമർശങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ചെറിയ ശുപാർശ, പഴയ പ്രസംഗങ്ങളിലേക്ക് മടങ്ങുക, കാസറ്റുകളിലേക്ക്. അതേ പരിഹാരമുള്ളൂ. സിറാത്തിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ആ സിറാത്തിനെ അക്കരെ കടക്കണം. അതിന് അള്ളാഹു സംവിധാനിച്ച രൂപം ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി എങ്ങനെ പോകും? സിറാത്താണ് മുൻപിൽ, മുൻപോട്ടങ്ങ് പോകാൻ വയ്യ. 3 കാര്യങ്ങളുണ്ട് മഹ്ശറയിൽ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ ഇൻദ സലാസത്തി മവാഖിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 ഘട്ടങ്ങളുണ്ട്, ആർക്കും ആരെയും ഓർക്കാൻ കഴിയില്ല. ഒന്ന്, മീസാനിന്റെ സമയം. നന്മയാണോ മുൻതൂക്കം, തിന്മയാണോ എന്ന് നോക്കുന്ന ആകാംക്ഷഭരിതമായ ഘട്ടം. ആർക്കും ആരെയും ഓർമ്മയില്ല. വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുന്നത്, ആ സമയത്തും ആകാംക്ഷയാണ്. ആർക്കും ആരെയും ഓർമ്മയില്ല. സിറാത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. സിറാത്തിന്റെ മുമ്പിൽ നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് സ്ഥാപിക്കപ്പെട്ട, നമുക്കത് വിഭാവനം ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ബുദ്ധി ചെറുതാണ്, നമ്മുടെ ഭാവനകൾ ചെറുതാണ്, നമ്മുടെ അനുഭവങ്ങൾ വളരെ ചെറുതാണ്. ഈ കൊച്ചു ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ചരിത്രമേ നമുക്കുള്ളൂ, പരിചയമേ നമുക്കുള്ളൂ. സൗരയൂഥ ഗാലക്സിയെ കുറിച്ച് നമുക്കറിയില്ല, ആകാശമണ്ഡലത്തെ കുറിച്ച് ഒരു ചുക്കും നമുക്കറിയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കോടാനുകോടിയിൽ നിന്ന് 1% മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പരിചയമില്ലാത്ത ലോകത്തെക്കുറിച്ച് സത്യവാന്മാരായ അമ്പിയാ മുർസലുകൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ അതൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ലെന്ന് പറയുന്നത് മൗഢ്യമാണ്. കയറുവോ സിറാത്തോ? അങ്ങനെയാണെങ്കിൽ അത് കരിഞ്ഞു പോകൂലെ നരകത്തിന്റെ ചൂടുകൊണ്ട്? ചോദിക്കാം. നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട സിറാത്ത് കരിഞ്ഞു പോകൂലേ? ഇങ്ങനെ എന്തും ചോദിക്കാം. വളരെ നേരിയ പാലമാണെങ്കിൽ എങ്ങനെയാ കടന്നു പോവുക?
എങ്ങനെയും ചോദിക്കാം. പക്ഷെ ഒരൊറ്റ വാക്ക് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ കേട്ടവർക്കൊക്കെ അറിയാം. നമുക്ക് വിഭാവന ചെയ്യാത്ത കാര്യങ്ങൾ കുറേയുണ്ട് ലോകത്ത്. അതെങ്ങനെ ആയാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം നാം ഈ ഭൗമിക അന്തരീക്ഷത്തിൽ നമുക്ക് പരിചയമുള്ള സംഗതികളെ നമുക്ക് മനസ്സിലാവൂ. എന്തിനു പറയുന്നു? നമുക്ക് പരിചയമുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവൂ എല്ലാ കാര്യങ്ങളും. ഒരു 100 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന സമൂഹത്തോടായിരുന്നു ഈ പ്രസംഗമെങ്കിൽ ആകാശാന്തരീക്ഷത്തിലൂടെ പാറിപ്പറക്കുന്ന 100-700 ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിമാനം എന്നൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ അവര് പറയും പ്രസംഗിക്കുന്ന ആൾക്ക് മഹാഭ്രാന്ത. ആകാശത്തൂടെ 100-700 ആളുകളെ പൊക്കിക്കൊണ്ടുപോകാൻ പറക്കുന്ന വിമാനം, അതൊക്കെ വെറുതെയുള്ള നോവല സങ്കല്പമാണ്. 100 കൊല്ലം മുമ്പ് വിമാനത്തെ ഉൾക്കൊള്ളാൻ 100 കൊല്ലം മുമ്പത്തെ മനുഷ്യർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? അവരുടെ ഭാവനകൾക്ക് എത്രയോ അപ്പുറമാണത്. പോകട്ടെ, ചൊവ്വയിൽ അല്ലെങ്കിൽ ആകാശ ലോകത്ത് എവിടെയെങ്കിലും ജീവൻ ഉണ്ടോ ഇല്ലേ എന്ന സംശയമാണ്. ഡോക്ടർ കാൾ സാഗരെ പോലുള്ള പ്രതിപാദനന്മാരായ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയല്ലാത്ത മേഖലകളിലൊക്കെ ജീവജാലങ്ങളുണ്ട്. എന്നല്ല, ചൊവ്വയിൽ മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള വലിയ സാധനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാ. നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ പത്രത്തിൽ വായിക്കും നമ്മൾ. ചൊവ്വയിൽ പോയി വന്ന റിപ്പോർട്ട്, അവിടെ മനുഷ്യരെക്കാളും വലിയ സൂപ്പർ മനുഷ്യന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിലെ സമീപനമൊന്നുമില്ല അവിടെ, മരവും ചെടിയും തെങ്ങും തേങ്ങയൊന്നുമില്ല. ചൊവ്വയിൽ എന്തോ ഒരു തരം ബുദ്ധിയുള്ള മനുഷ്യരുണ്ട് എന്ന് സങ്കല്പിക്കുക. അവിടെ പോയിട്ടൊരു പ്രസംഗം, ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വരികയാണ്, കേരളത്തിൽ നിന്ന്. അവിടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. ഒരു തെങ്ങ് എന്ന ഒരു വൃക്ഷമുണ്ട്, 10-20 മീറ്റർ നീളം ഉണ്ടാകും. അതിന്റെ മുകളിൽ ഒരു കായ ഉണ്ടാകും. ആ കായയ്ക്ക് ഒരു ദ്വാരം ഉണ്ടാകില്ല. ആ കായയുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിരട്ടാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ 2 ലിറ്റർ വെള്ളം ഉണ്ടാകും. പൊട്ട, ഭൂമിയിൽ നിന്ന് വരുന്നവരൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നവരാ. ഒരു ദ്വാരം ഇല്ലാതെ, ഒരു ഓട്ടയില്ലാതെ 10-20 മീറ്ററിന്റെ മുകളിലുള്ള ഒരു മരത്തുമ്മല് 1.5 ലിറ്റർ വെള്ളം. നമ്മൾ തെങ്ങിന്റെ നാട്ടിലെ കേരളക്കാരായതുകൊണ്ടാ പൊട്ടന്മാരെ നമുക്കത് മനസ്സിലാകുന്നത്. തേങ്ങയെ കുറിച്ച് പരിചയമുള്ളത് കൊണ്ടാ. ചൊവ്വായിലുള്ള അത്ഭുത മനുഷ്യന്മാരോട് അത് പറഞ്ഞാൽ അങ്ങനെ എന്തിനാ തേങ്ങമ്മൽക്കൊക്കെ കയറുന്നത്? തെങ്ങമ്മ കയറേണ്ട കാര്യമുണ്ടോ? ഒരു ഇന്ദ്രിയം ചെറിയത്, അതിനെ 60 കോടിയായി പതുക്കണം. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ബീജം. അത് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് പങ്കുചേരുന്ന അണ്ഡം, അത് വളർന്നു വലുതാവും. അങ്ങനെ ഏകദേശം 2-3-4 കിലോ ഉള്ള ഒരു കുട്ടിയാകും. യോനി ഭാഗത്തുകൂടെയാണ് അവിടുത്തെ ഭൂമിയിലെ സ്ത്രീകൾ പ്രസവിക്കുക. യോനി ഭാഗം വളരെ കുടുസായതാണ്. 3 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രം ഒരു പെണ്ണിന്റെ യോനി ഭാഗം വികസിക്കുമോ? ചൊവ്വയിലുള്ളവർക്ക് സംശയമല്ല, അവര് പറയും ഖുറാഫാത്ത്. എന്നിട്ട് പറയുകയാണ്, ആ ഒരു തുള്ളി ഇന്ദ്രിയത്തിന്റെ 60 കോടി അംശത്തിൽ ഒന്നായ ഒരു ബീജം, ആ ബീജം വളർന്നു വലുതായി വികസിച്ചിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്. എന്റെ പഴയ ചരിത്രമാണ് ഈ പറഞ്ഞത് എന്ന്. ചൊവ്വയിൽ പോയി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ചൊവ്വയിലെ അത്ഭുത ജീവികൾ എന്നൊന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവര് പറയും ഫൂൾ, വിഡ്ഢിത്തം, എന്താണ് ഈ പറയുന്നത്? ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് ചൊവ്വയിലെ ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഭൂമിയിലെ കഥ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭൂമിയിലെ കഥകൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാ. കറണ്ട് ഇല്ലാത്ത ഒരു ലോകം, കറണ്ട് വൈദ്യുതി പരിചയം തന്നെ ഇല്ല. അവിടെ പോയിട്ടാണ് ഒരാൾ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ഒരു കമ്പി കഷ്ണമാണ്, വേറെ ഒന്നും കാണൂല, അത് പിടിച്ചാൽ പൊട്ടിപ്പോവും, ചാടിപ്പോകും, ഷോക്ക് അടിക്കും. എന്ത് ഷോക്ക്? എന്നിട്ട് അയാൾക്ക് വേണമെങ്കിൽ ഗവേഷണം നടത്താൻ കമ്പിയായിട്ട് കാട്ടിക്കൊടുക്കുക. അയാൾ ഇങ്ങനെ പിടിക്കും, പെട്ടെന്ന് ഷോക്ക് അടിക്കും. പക്ഷെ എവിടുന്നായത്? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ് പരലോക ജീവിതം. അത് നമുക്ക് ഭാവന ചെയ്യാൻ കഴിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നിങ്ങൾക്ക് കുറച്ചേ അറിവുള്ളൂ, കുറച്ചേ പരിചയമുള്ളൂ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ തലയിൽ കൊള്ളുന്നുണ്ടോ? എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? ആധുനിക സയൻസ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ലോകം മുഴുവൻ അവസാനിക്കാൻ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഒരൊറ്റ ടെലിവിഷൻ മതിയാകുമെന്ന അവസ്ഥയിലായിരുന്നു ശാസ്ത്രം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? സ്വർഗം പ്രവിശാലമാണ്. സൗരയൂഥങ്ങളെക്കാൾ വലുതാണ് സ്വർഗം. എങ്കിൽ ആ സ്വർഗം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ്? നരകം ഇന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആധുനിക സയൻസ് മറുപടി പറയില്ലേ? എന്താ മറുപടി? എന്തും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ പ്രയാസമില്ല. എന്താണ് ഉദാഹരണം? ഇന്ന് നമുക്കറിയാം DTP എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും ഉള്ളതാ. കമ്പ്യൂട്ടറിന്റെ സംവിധാനത്തോടുകൂടി പുതിയ എഴുത്തുകളും പുതിയ പ്രിന്റുകളും എടുക്കാം. ഒരു കലാകാരൻ രാത്രി ഉടനീളം ഇരുന്നു കൊണ്ട് തന്റെ കീബോർഡിൽ അമർത്തി താൻ എഴുതി വെക്കുകയാണ് ഒരു വലിയ ബോർഡ്. ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ആർട്ടിഫിഷ്യലായി സംവിധാനിക്കാം. കലാകാരന്റെ ഭാവനകളും ചിത്രങ്ങളും എല്ലാം കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. അദ്ദേഹം അത് അമർത്തി വീട്ടിൽ പോയി കിടക്കുന്നു. പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കായി കൃത്യസമയത്തിന് ഇപ്പുറത്തെ പേപ്പറിലേക്ക് വരുന്നു കോടിക്കണക്കിന് പേജുകൾ. അയാൾ തലേനാൾ എഴുതി വെച്ച ആയിരക്കണക്കിന് പേജുകൾ ഇന്നിതാ പത്രക്കെട്ടുകളായിട്ട് ഇറങ്ങുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ
ആധുനിക യന്ത്രങ്ങളിലേക്ക് കയറ്റുന്ന അറബി അച്ചടികൾ ലണ്ടനിലാണ് നേരം വെളുക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന ആധുനിക സയൻസിന്റെ സംവിധാനം, ടെക്നോളജിയുടെ വികസനം. എന്തിന് ഞാൻ ഇതൊക്കെ പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പടച്ചിട്ടുണ്ടെങ്കിൽ ആ നരകത്തെ നമുക്കാർക്കും ഇപ്പോൾ ശല്യമില്ലാത്ത രൂപത്തിൽ ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാനൊന്നും ആധുനിക സയൻസിന്റെ ദൃഷ്ടിയിൽ തീരെ അത്ഭുതമുള്ള കാര്യമല്ല. അതിനൊക്കെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആധുനിക സയൻസിന്റെ പുതിയ കാര്യങ്ങൾ പഠിക്കും തോറും ഈമാൻ ഉള്ളവരുടെ ഈമാൻ വർദ്ധിക്കും. വായിക്കണം, നമ്മൾ പഠിക്കണം എന്ന് മാത്രമല്ല, സ്വർഗവും നരകവും ഒക്കെ കണ്ണുകൊണ്ട് കാണും പ്രകാരം നമുക്ക് അല്ലാഹു ചില ദൃഷ്ടാന്തങ്ങൾ ഇന്ന് ലോകത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്ന് നാം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. ഇന്ന് നമുക്ക് കുറെ മനസ്സിലായിട്ടുണ്ട്. നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളെ കുറിച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനൊക്കെയുള്ള സംവിധാനം നമ്മുടെ വീട്ടിലൊക്കെ തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞാൻ ആ ഭാഗം കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് സിറാത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ചും ഇനി അങ്ങോട്ട് ഇന്നത്തെ വാവിനെ കുറിച്ചും മുഴുവൻ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബായ അസ്വാദിഖുൽ മസ്തൂഖായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിശ്വസിക്കൽ മുഅ്മിനിന്റെ കടമയാണ്. അതിനോടുള്ള വിശ്വാസമാണ് ഈമാൻ. അതാണ് യൗമുൽ ആഖിറയിലുള്ള വിശ്വാസം. അതുള്ളവരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ബുദ്ധിപരമായി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയട്ടെ, സിറാത്ത് പാലത്തിന്റെ അപ്പുറം, സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തി, അങ്ങോട്ട് പോകാൻ വയ്യ, കുടുങ്ങി നിൽക്കുക സിറാത്ത് പാലത്തിന്റെ അടുത്ത്. എങ്ങനെയാ രക്ഷപ്പെടുക? അപ്പോഴോ സിറാത്ത് പാലം ഇവിടെ ഓപ്പൺ ചെയ്യപ്പെടണമെങ്കിൽ അപ്പുറത്ത് സ്വർഗം ഓപ്പൺ ചെയ്യപ്പെടണം. കാരണം സിറാത്തും കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് എത്തണമല്ലോ. എത്തി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഭാഗം ഓപ്പൺ ചെയ്യപ്പെടണം. നോക്കണം സംവിധാനം. അതുകൊണ്ട് സിറാത്തിന്റെ ഇപ്പുറത്ത് തന്നെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആൾക്കാർ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, എല്ലാ നിലക്കും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു എന്ന് വിചാരിച്ച് മീസാനും ഹിസാബും മഹ്ശറും ഒക്കെ കഴിഞ്ഞ് സിറാത്തിന്റെ മുമ്പിലെത്തുമ്പോൾ ജനങ്ങൾ വീണ്ടും കുടുങ്ങുന്നു. ആരെങ്ങനെ കയറും അങ്ങോട്ട്? എങ്ങനെയെങ്കിലും ഒന്ന് വിചാരണക്ക് അങ്ങോട്ട് എടുക്കാനുള്ള കൽപ്പന ലഭിക്കണ്ടേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഫയസ്സൂന ആദം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം മറ്റൊരു ശഫാഅത്ത്. ഇതെല്ലാ പ്രസംഗത്തിലും എല്ലാവരും പറയലും കേൾക്കലും ഇല്ല, അതുകൊണ്ട് കേൾക്കണം. ആദ്യം ഹിസാബിലേക്ക് ജനങ്ങളെ മുഴുവൻ അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശഫാഅത്ത്, അശ്ശഫാഅത്തുൽ അമ്മ അൽ കുബ്ര സയ്യിദുനാ റസൂലുള്ളാഹി നടത്തി. ഇനി സിറാത്തിന്റെ അടുത്ത് മറ്റൊരു ശഫാഅത്ത് നടത്തുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. സിറാത്ത് തുറന്നു കിട്ടണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ എന്തുണ്ട് മാർഗം? മാർഗം കാണുന്നില്ല. എല്ലാവരും ആദം നബിയുടെ അടുത്ത് പോകും. യാ അബാന തഫ്തഹ് ലനൽ ജന്ന, സ്വർഗം തുറന്നു തരാൻ റബ്ബിനോടൊന്ന് പറയൂ ആദം നബിയെ, ഞങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ? ആദം അലൈഹിസ്സലാം പറയും, നോ, സാധ്യമല്ല, എനിക്കത് പറയാൻ അവകാശം തോന്നുന്നില്ല. വഹൽ അഖ്റജകും മിനൽ ജന്നതി ഇല്ലാ ഖതിയതു അബീകും, ഞാൻ ചെയ്തു പോയ ഒരു വീഴ്ച എനിക്കങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ നിന്ന് നിങ്ങളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് ഞാനത് പറയാൻ ധൈര്യമില്ല. അങ്ങനെ ഓരോ അമ്പിയാക്കളും പറയും, സ്വർഗം തുറന്നു തരണമെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടാൻ എനിക്ക് ധൈര്യം പോരാ, എനിക്ക് അവകാശമില്ല. ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാം പറയുന്നു, കഴിയില്ല, എനിക്ക് ധൈര്യം പോരാ. ഈസാ റൂഹുല്ലാഹി പറയുന്നു, പോരാ, എനിക്ക് കഴിവ് തോന്നുന്നില്ല. മൂസാ കലീമുല്ലാഹി പറയുന്നു, എനിക്ക് ധൈര്യമില്ല, സ്വർഗം തുറന്നു തരണമെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അങ്ങനെയാണ് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോകുന്നു. കേട്ടവരാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇതിന്റെ മുമ്പ് വേറെ സംഭവം നടന്നിട്ടുണ്ട്. അത് കേൾക്കാത്തവർ വിചാരിക്കും സ്ഥാനം തെറ്റിയതാണോ? അത് സ്ഥാനം തെറ്റിയതൊന്നുമല്ല. ആദ്യത്തെ ശഫാഅത്ത് വേറെ, ഇത് വേറെ ശഫാഅത്ത്. മുഹമ്മദ് മുസ്തഫ നമ്മുടെ നേതാവാണ് സുഹൃത്തുക്കളെ, നമ്മുടെ ഷഫീയാണ് സുഹൃത്തുക്കളെ, നമ്മുടെ രക്ഷകനാണ് സുഹൃത്തുക്കളെ. പ്രതിസന്ധികളിൽ മനുഷ്യലോകത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അല്ലാഹു നൽകിയ സ്നേഹത്തിന്റെ മുത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി.